ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കോഴി വിശേഷമാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കല്ലേ. കോഴി വളർത്താൻ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പക്ഷേ തീറ്റ ചിലവ് കാരണം ആരും ഇപ്പോൾ കോഴി വളർത്താറില്ല. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മുട്ട മേടിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ വീട്ടിൽ വളർത്തുന്ന നല്ല നാടൻ കോഴികളിരുന്ന മുട്ടയൊക്കെ നമ്മൾക്കിങ്ങനെ കളക്ട് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും. അത് കോഴി വളർത്തുന്നവർക്കൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു തീറ്റ ചിലവ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ക്രോൾ ചെയ്യാതെ എത്രയും കാണുക. അപ്പോൾ നമുക്ക് ഏറ്റവും വേഗത്തിൽ എളുപ്പമായിട്ട് ഒരു തീറ്റ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ദിവസമൊക്കെ ആശുപത്രി കേസൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആട്ടമാവ് എടുത്തിട്ട് കുറേ ദിവസമായി കേട്ടോ. അതുകൊണ്ട് തന്നെ എക്സ്പയറി ഡേറ്റ് നോക്കിയപ്പം അതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കോഴികൾക്ക് ഇതുമല്ലാതെ നമ്മൾ പച്ചിലകളും ഒക്കെ കൊടുക്കാറുണ്ട് ഫുഡായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കോഴികൾക്ക് മാക്സിമം ഇതുപോലത്തെ ഫുഡ്സൊക്കെ കൊടുക്കുക. അപ്പോൾ എന്നും ഇതുപോലെ കോഴികൾക്ക് തീറ്റ മേടിച്ച് കൊടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അപ്പോൾ ഒരുപാട് പൈസ ചിലവൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ, അതിലോട്ട് കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഒരുപാട് ഉണ്ടാക്കാതെ നമ്മൾ നൈസായിട്ട് ഇതുപോലെ പുട്ടിൻ്റെ മാവ് കുഴയ്ക്കും പോലെ നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കണം. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരുപാട് കട്ടകളില്ലാതെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് പുട്ടുകുറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഗ്യാസിൽ വെച്ചിട്ട് 2-3 ആവി അടുപ്പിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഇങ്ങനെ വേവിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചില്ലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ പുട്ടിൻ്റെ മാവ് ഇതുപോലെ നിറയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിറച്ചെടുത്ത് ആ ഒരു മാവൊക്കെ കൊണ്ടുപോയി അവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇത് അരക്കവറിൽ മാവിലാണ് നമുക്ക് 3 കുറ്റി പുട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. വെറുതെ ഈ ഒരു പുട്ട് മാത്രം നമ്മൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ തലേ ദിവസത്തെ ഇച്ചിരി മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ കോഴികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു 3 കുറ്റി പുട്ടിലും നമ്മൾ മീൻകറി വരവി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം നമ്മൾ കുതിർക്കാനിട്ട ഗോതമ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫുഡിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള. അതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ തീറ്റയോ മുട്ട തീറ്റയോ അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഈ ഒരു ഗോതമ്പിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി ഫുഡ് വേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ലതുപോലെ തന്നെ മിക്സ് ആക്കണം. ഗോതമ്പ് നമ്മൾ കുതിർക്കാതെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴികളുടെ തൊണ്ടയിലിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുതിർത്തിട്ട് ഇടുന്നത്. ഇതിലോട്ട് കുറച്ചും കൂടെ മീൻകറി ആഡ് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പരുവപ്പെടുത്തുവാണ്. അപ്പോൾ അവർക്ക് മെയിനായിട്ട് ഫുഡ് കൊടുക്കുന്ന ടൈം ഉച്ചയാണ് കേട്ടോ. അതായത് രാവിലെ കുറച്ചായിട്ടേ കൊടുക്കത്തുള്ളൂ, പക്ഷേ ഉച്ചയ്ക്കാണ് നമ്മൾ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കാൻ പോവുകയാണ്. ഒത്തുകൂടും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ 3-4 പാത്രത്തിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. കോഴികൾ നല്ലതുപോലെ തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ എല്ലാം ആ ഒരു കോഴിക്ക് കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിലേ ആയിരിക്കുമ്പോഴേ നമ്മൾ പൊടിത്തീറ്റയാണ് കൊടുക്കുന്നത് കുഞ്ഞിലേ. അതിന് ശേഷം നമ്മൾ ആ ഒരു കോഴി വലുതായി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഓരോരോ ഫുഡ് ഐറ്റംസ് കൊടുത്ത് ശീലിക്കുന്നുണ്ട്. അപ്പോൾ അത് തവിടും ഗോതമ്പും അരിയും എല്ലാം തീറ്റ, വലിയ തീറ്റ, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കോഴികൾക്ക്. അപ്പോൾ ഇതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ അതും കൂടെ പോയി കാണണം കേട്ടോ. ഇതിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്.
കോഴികൾ കഴിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഞാനാണെങ്കിൽ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും അമ്മ അവിടെ എന്തോ ശബ്ദം കേട്ടിട്ട് പോയി നോക്കുന്നുണ്ട്. അപ്പം ഞാനും ക്യാമറ കൊണ്ടുപോയി നോക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന് അറിയാനായിട്ട്. ഈ ഒരു അട വയ്ക്കുന്ന പെട്ടി എങ്ങനെയാണെന്നും ഈ ഷീറ്റ് എന്തിനാണ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ പോയി നോക്കി. അപ്പോൾ അവൾ മുട്ടയിടാൻ വേണ്ടി കുറേ നേരം കൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശല്യപ്പെടുത്താതെ പോയി. അപ്പോൾ ഇപ്പം ബഹളം കേട്ടിട്ടാണ് വന്ന് നോക്കിയത്. അപ്പോഴത്തേക്കും മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ മുട്ടയിട്ടിട്ട് പോയ 2 മുട്ടകളും കൂടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവൾ. അപ്പോൾ അടി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 പെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ഓരോരോ പെട്ടികളിലായിട്ട് മുട്ടയിടും. അപ്പോൾ നമ്മളാണെങ്കിൽ ഉച്ചയ്ക്ക് ഹെവി ആയിട്ടുള്ള ആഹാരം കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ വൈകിട്ട് ഒരു സിമ്പിളായിട്ടുള്ളതാണ് കൊടുക്കുന്നത്. ഇത് വലിയ തീറ്റ കുതിർക്കാനിട്ടിട്ട് അതാണ് കേട്ടോ കൊടുക്കുന്നത്. വലിയ കോഴികൾക്ക് മാത്രമേ നമ്മളിപ്പോൾ ഫുഡ് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ കുഞ്ഞു കോഴികൾക്ക് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. കൂടാതെ നമ്മൾ കുറച്ച് ചൂടുവെള്ളവും കൂടെ കൊണ്ടുപോകുന്നുണ്ട് കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കാനായിട്ട്. ചെറിയ തീറ്റ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ തീറ്റയിൽ കുറച്ച് വെള്ളം നനച്ച് വെച്ചാൽ അത് ഇതുപോലെ തരികളാവും. അപ്പോൾ നമ്മൾ നേരത്തെ മുട്ട എടുത്ത കൂട്ടിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് ആ ഒരു കുഞ്ഞു കോഴികൾ ഇട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ അവിടുത്തെ പാത്രമൊക്കെ എടുത്തിട്ട് കുറച്ച് തീറ്റകളായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 കോഴിക്കുഞ്ഞുങ്ങൾ ഇപ്പോൾ സേഫായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ തീറ്റ കൊടുത്തിട്ടും കഴിക്കാതെ മുട്ടകൾക്ക് വേണ്ടി കാവലിരിക്കുകയാണ് കേട്ടോ. ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിന് മിച്ചം വന്ന ആ ഒരു തീറ്റ ഞാൻ വലിയ കോഴികൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വലിയ കോഴികൾക്ക് തീറ്റ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് കഴിക്കുന്നുണ്ട് തീറ്റ. അപ്പം ഞാൻ വെള്ളവും കൊടുക്കുന്നുണ്ട് കോഴികൾക്ക് കുടിക്കാനായിട്ട്. നേരത്തെ അവിടെ ഒരു മുട്ട കണ്ടുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും പോയി നോക്കിയപ്പോഴത്തേക്ക് 2 മുട്ട ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു തവി കൊണ്ടിട്ട് ആ ഒരു മുട്ട എടുക്കുന്നുണ്ട്. ഇത് അപ്പാപ്പ തന്നെ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഒരു തവിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പോയി കാണുക. അപ്പോൾ ഇത് നല്ല എളുപ്പമാണ് കേട്ടോ. ഇതിലിങ്ങനെ മുട്ട ഇങ്ങനെ കോരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടിനകത്ത് പോയി മുട്ട എടുക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ട് പോവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുള്ളവരെല്ലാവരും എനിക്കൊന്നറിയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും എൻ്റെ വക താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും തുടർച്ചയായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.